ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ ഒരു വീഡിയോയിലേക്ക്, അതുപോലെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഷാർജ മൊയിലയിലാണ്. അപ്പോൾ നമുക്ക് ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പിന്നെ തിങ്കളാഴ്ചയാണ്, അപ്പോൾ റോഡിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ കാണുന്നത് ഫയർ സ്റ്റേഷനാണ്, ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ബസ്സുകളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാർഡിൽ ബാലൻസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ബാലൻസ് റീചാർജ് ചെയ്യാൻ പോയി. അതിനുശേഷം ബസ്സിൻ്റെ അടുത്ത് വന്നു. ഈ ബസ്സിലാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ബസ്സിൽ കയറി ഇനി ഇത് അവിടെ എത്തുമ്പോൾ ഒരു അത്യാവശ്യ സമയം എടുക്കും. നല്ല ട്രാഫിക് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ നല്ല ട്രാഫിക്കാണ്. പിന്നെ ഈ ട്രാഫിക് കഴിഞ്ഞ് എത്തുമ്പോൾ ഏകദേശം നല്ല സമയമാവും. ഇന്നത്തെ എന്തായാലും കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എത്ര വലിയ ട്രാഫിക്കാണെങ്കിലും എല്ലാവരും UAE ട്രാഫിക് നിയമമൊക്കെ പഠിച്ചിട്ട് തന്നെ വണ്ടി ഓടിക്കുള്ളൂ. അല്ലെങ്കിൽ കിട്ടുന്ന സാലറി ഫൈൻ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ എത്തിസ്ലാത്ത് മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ കയറാൻ വേണ്ടി കുറച്ച് ദൂരം ഒന്ന് നടക്കാനുണ്ട്. അപ്പോൾ നോർമലി തിങ്കളാഴ്ച അല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും. പറഞ്ഞിട്ട് അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഞാൻ മെട്രോ കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക. വന്ന് നിന്നതും മെട്രോ വന്ന് ഞാൻ മെട്രോയിൽ കയറി. പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. ചെറിയ കെട്ടിയാണ്. അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളുടെ ഓഫീസുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് പുറത്ത് മെട്രോയിൽ പോകും യാത്ര നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ദുബായ് ഫ്രീ സോൺ എത്തിയപ്പോൾ ഞാൻ മെട്രോയ്ക്ക് താറ്റ പറഞ്ഞു ഞാൻ താഴത്തേക്ക് ഇറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ബസ് വരാൻ എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. ഓൾറെഡി നമ്മൾ ലേറ്റായി. ഒരു ബസ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ മത്തിക്ക റൂട്ടിലേക്കുള്ള ബസ്സല്ല. പിന്നെ ഈ ടൈമിലൊക്കെ എന്തായാലും ബസ് ഫുള്ളായിരിക്കും. പറഞ്ഞ ആ ബസ്സും ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്ത ശേഷം ഫീൽഡിലേക്ക് ഇറങ്ങി. നമുക്ക് കുറച്ച് ഓഫീസുകളും സൈറ്റും കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റുകളൊക്കെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദുബായിലെ ലൈഫ് എന്താ പറയുക, തിരക്ക് പിടിച്ച നഗരത്തിൽ നമ്മൾ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ. പിന്നെ ദുബായിൽ വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ എല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ദുബായ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു അട്രാക്ഷൻ തന്നെയാണ്. അതുപോലെ ജീവിക്കാൻ ഒരു സേഫസ്റ്റ് കൺട്രിയാണ്. നല്ല റൂൾസ് നിയമങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ആഡംബര കാറുകൾ, പല തരത്തിലുള്ള ആഡംബര കാറുകൾ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു സൈറ്റിലോട്ടാണ്, അത് കുറച്ച് ഉള്ളേരിയാണ്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ കണ്ട് നമ്മുടെ ഒട്ടകത്തിൻ്റെ ഒരു ഫാമൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഉള്ളിൽ കയറി ചെല്ലാനുള്ള അനുവാദം ഉണ്ടോ എന്നറിയില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പിന്നെ ഞങ്ങൾക്ക് സമയവുമില്ല. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങളുടെ അവിടുത്തെ സൈറ്റ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിട്ടേൺ ഓഫീസിലേക്കുള്ള യാത്രയായി. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അത് കാരണം കൂടുതൽ ഓഫീസുകളൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ നോമ്പുകാലമാണ് ഇവിടെ 3 മണി വരെ. അതിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ 1 മണിക്ക് മുന്നായിട്ടൊക്കെ ഡ്യൂട്ടിയൊക്കെ അവസാനിക്കും. ഓഫീസിൽ പോയിട്ട് റിട്ടേൺ റൂമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ ചെന്നപ്പോൾ അടുത്തുനിന്ന് തന്നെ നമുക്ക് ഇഫ്താർ ബോക്സ് കിട്ടി. അപ്പോൾ അതും ഭക്ഷണം കഴിച്ച് സ്കരിച്ചു കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി.
ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.